ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുഹൃദയ യൂണിറ്റിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും ക്രിസ്മസ് ആഘോഷത്തിൻ്റെ എല്ലാ നന്മകളും നേർന്നുകൊള്ളുന്നു. ഞാൻ ഈ ക്രിസ്മസ് സന്ദേശത്തിലൂടെ കടന്നു പോകുമ്പോൾ 2-3 ചിന്തകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ക്രിസ്തുമസ്? ദൈവപുത്രൻ മനുഷ്യനായി പിറന്ന ആ മഹാസുദിനത്തെ ഓർക്കുന്ന ദിനം. പൂർണ്ണ ഗർഭിണിയായ തൻ്റെ ഭാര്യയും കൂട്ടി ജോസഫ് സത്രമെല്ലാം കയറിയിറങ്ങിയാണ് തല ചായ്ക്കാൻ അല്പയിടത്തിനു വേണ്ടി. എല്ലാ സ്ഥലത്തു നിന്നും പറയുന്നത് ഇവിടെ സ്ഥലം നിറഞ്ഞു കവിഞ്ഞു, ഇവിടെ സ്ഥലമില്ല എന്നാണ്. നമ്മൾ അല്പം മുമ്പ് വായിച്ചു കേട്ടു, അങ്ങനെ അവർക്ക് സത്രത്തിൽ സ്ഥലം ലഭിച്ചില്ല എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? സ്ഥലമില്ലാതെ പോയത് സത്രത്തിലായിരുന്നോ, സത്ര ഉടമകളുടെ മനസ്സിലായിരുന്നോ? ഒരു പ്രഭു കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ് അവിടെ വന്നിരുന്നെങ്കിൽ ആഡംബര മുറികൾ അവിടെ ഒരുങ്ങുമായിരുന്നില്ലേ? പാവപ്പെട്ട ഒരു മരാചാരിക്ക് അവിടെ സ്ഥലം നിഷേധിക്കപ്പെട്ടതാണോ? വർഷങ്ങൾക്ക് മുമ്പേ പ്രവാചകരിലൂടെ യഹൂദ ജനത അറിഞ്ഞിരുന്നു അവർക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറക്കുമെന്ന്. ഒരു രക്ഷകൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവർ കരുതി തങ്ങളെ നയിക്കാൻ പോരുന്ന ഒരു രാജാവായിരിക്കും. രാജാവ് പിറക്കാൻ പോകുന്നത് എന്തായാലും അന്തഃപുരത്തിലെ ഏതെങ്കിലും രാജ്ഞിമാരുടെ ഉദരത്തിലായിരിക്കും. ഇങ്ങനെയുള്ള മുൻവിധികൾ കൊണ്ട് തങ്ങളുടെ മുൻപിൽ വന്ന ആ രക്ഷകനെ അവർ തിരിച്ചറിയാതെ പോകുന്നു. നമ്മളും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? പല ഭാഷയിലും പല വേഷത്തിലും പല രൂപത്തിലും വരുന്ന രക്ഷകനെ നമ്മളും തിരിച്ചറിയാതെ പോകുന്നു. ചെറുപ്പം തൊട്ട് നമ്മൾ വായിച്ചും കേട്ടും നമ്മുടെ മനസ്സിൽ പതിഞ്ഞൊരു വാചകമുണ്ട്, എൻ്റെ എളിയ ഈ സഹോദരരിൽ ഒരുവനെ നീ ചെയ്തപ്പോഴെല്ലാം അതെനിക്ക് തന്നെയാണ് ചെയ്തതെന്ന്. എന്നിട്ടും നമ്മൾ രക്ഷകനെ തേടി അലയുകയാണ്. അപരനിൽ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ രക്ഷകനെ കാണാനുള്ള ഒരു ഹൃദയവിശാലത നമ്മൾക്കുണ്ടാകട്ടെ. 2. കാലിത്തൊഴുത്തിൽ പിറന്ന ഉണ്ണി യേശുവിനെ പറ്റി ആദ്യമായി വിവരം ലഭിക്കുന്നത് ജ്ഞാനികൾക്കും ആട്ടിടയർക്കുമാണ്. ജ്ഞാനികൾ എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, അറിവിൻ്റെ ഗർവില്ലാത്ത എന്നാൽ പരിശുദ്ധനെ അറിയുന്നവർ. ആട്ടിടയരോ, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ നിരക്ഷരരും നിഷ്കളങ്കരുമായ വ്യക്തികൾ. ഇവർക്ക് വഴികാട്ടിയായതോ നക്ഷത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വയം പ്രകാശിച്ച് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വഴികാട്ടുന്നവർ. നമ്മളുടെ ജീവിതം ഇന്നിവിടെ എത്തി നിൽക്കുമ്പോൾ നമ്മൾക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നമ്മളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പേർ വഴികാട്ടിയായി മാറിയിട്ടുണ്ട്, പ്രകാശമായി മാറിയിട്ടുണ്ട്. ചോദ്യം ഇതാണ്, നമ്മൾ ആർക്കൊക്കെ വഴികാട്ടിയായി മാറിയിട്ടുണ്ട്? അല്ലെങ്കിൽ നമ്മൾ ആരുടെയൊക്കെ ജീവിതത്തിൽ പ്രകാശമായി മാറിയിട്ടുണ്ട്? ശ്രീ രവീന്ദ്രനാഥ ടാഗോർ പറയുന്നുണ്ട്, പ്രകാശം നിൻ്റെ മുൻപിലായാൽ നിഴൽ നിൻ്റെ പിന്നിലാണ്. പ്രകാശം നിൻ്റെ പിന്നിലായാൽ നിഴൽ നിൻ്റെ മുന്നിലാണ്. പ്രകാശം നിന്നിലായാലോ നീയുമില്ല നിഴലുമില്ല, നിന്നിലെ പ്രകാശം മാത്രമേ ഉള്ളൂ. നമ്മൾക്ക് സ്വയം ഒരു പ്രകാശമായി മാറി മറ്റുള്ളവരുടെ ജീവിതപാതയിൽ വഴികാട്ടിയാവാൻ സാധിക്കട്ടെ. 3. മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആർക്കാണ് സമാധാനമുള്ളതെന്ന്. സന്മനസ്സുള്ളവർക്ക്, നല്ല മനസ്സുള്ളവർക്ക്. ചില മനുഷ്യരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ദൈവം എല്ലാം വാരിക്കോരി തന്നു, നയ പൈസയുടെ സമാധാനം തന്നിട്ടില്ല എന്ന്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സരള ഹൃദയനായിട്ടാണ്. സങ്കീർണതകളൊക്കെ മനുഷ്യ സൃഷ്ടിയാണ്. നമ്മൾക്ക് നമ്മളുടെ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള അന്തരത്തെ ഒന്ന് ആത്മപരിശോധന ചെയ്യാം. നമ്മുടെ ഹൃദയ വികാര വിചാരങ്ങളെ അറിയുന്ന തമ്പുരാനോട് പ്രാർത്ഥിക്കാം, എന്നിലെ പ്രവൃത്തിയിലെ തെറ്റും ശരിയും വിവേചിച്ചറിയാനുള്ള വിവേക ബുദ്ധി നൽകണമേ എന്ന്. അങ്ങനെ നമുക്ക് നിർമ്മല ഹൃദയത്തോടെ ഹൃദയ കാപഢ്യമൊക്കെ ഉപേക്ഷിച്ച് പ്രാർത്ഥനയോടെ മുന്നേറാം. ഞാൻ 3 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോയത്. 1, മറ്റുള്ളവരിൽ രക്ഷകനെ കണ്ടുകൊണ്ട് നന്മ ചെയ്യാനുള്ള ഒരു ഹൃദയ വിശാലത, അതായത് മറ്റുള്ളവരോട് ദയയും അനുകമ്പയും ഉള്ളവരായിരിക്കുക. 2, സ്വയം പ്രകാശിച്ച് മറ്റുള്ളവരുടെ ജീവിതപാതയിൽ വഴികാട്ടിയാവുക. മറ്റുള്ളവർ എനിക്ക് എന്ത് ചെയ്തു തന്നു എന്നുള്ളതല്ല, മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നുള്ള മനോഭാവം വച്ചു പുലർത്തുക. 3, നമ്മുടെ മനസ്സിനെ വിശദീകരിച്ച് സന്മനസ്സുള്ളവരായി മാറി സമാധാനത്തിൻ്റെ പാതയിലേക്ക് നമ്മളെയും നമ്മളുമായി ഇടപഴകുന്നവരെയും നയിക്കാനുള്ള ഒരു പ്രവണത. അങ്ങനെ നിർമ്മല ഹൃദയത്തോടെ രക്ഷകനെ വരവേൽക്കാൻ ഒരുങ്ങാം. കാലിത്തൊഴുത്തിലെ ഉണ്ണിയേശു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും
ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ നന്മകളും നേർന്നുകൊള്ളുന്നു.